ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ബീഫ് വിന്താലു ആണ്. എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു ബീഫിൻ്റെ റെസിപ്പി ആയിരിക്കും ഇതൊരു ഗോവൻ ഡിഷാണ്. ഞാനിപ്പോൾ ഈ ബീഫ് വിന്താലു ഒരു കേരള സ്റ്റൈലാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതെങ്ങനെ റെഡിയാക്കി എടുക്കണമെന്ന് നമുക്ക് നോക്കാം. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ആ റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണം. കൂടെ വരുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാനിപ്പോൾ ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ ബീഫ് വിന്താലുവിൻ്റെ ഒരു സ്പെഷ്യൽ മസാലയുണ്ട്, അത് റെഡിയാക്കി എടുക്കാൻ പോവുകയാണ്. അത് റെഡിയാക്കിയിട്ട് അരച്ചെടുത്തിട്ട് വേണം നമുക്ക് ഇത് പുരട്ടി വെച്ചിട്ട് ബീഫ് വേവിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഞാനിപ്പോൾ ഒന്ന് എണ്ണയിലിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഒരു പച്ചച്ചൊവയൊക്കെ മാറി കിട്ടും. അപ്പോൾ കറുകപ്പട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പട്ട, ഗ്രാമ്പു, ഏലക്കായി, പിന്നെ വലിയ ജീരകം വേണം, ചെറിയ ജീരകം വേണം. ഇതൊക്കെ നമ്മൾ കുറേശ്ശെ ഇട്ട് കൊടുക്കാം. 3/4 കിലോ ബീഫിൻ്റെ അളവാണ് ഞാനീ കാണിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഒരു 3/4 ടീസ്പൂൺ പെരുംജീരകം ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ 1 ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ഇട്ട് കൊടുക്കാം, അതായത് നല്ല ജീരകം. എന്നിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഇങ്ങനെ കരിഞ്ഞു പോകരുത്, ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഒന്ന് വഴറ്റിയെടുക്കാനായിട്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം, അതായത് ഒരു 1/4 ടീസ്പൂൺ പോലും വേണ്ട, അതിനേക്കാളും കുറച്ചും കൂടി കുറവായിട്ട് ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ കൂടുതൽ ഇടരുത്, കയ്പ്പ് ചൊവ ഉണ്ടാവും. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 5-8 കഷ്ണം ചെറിയുള്ളി നന്നാക്കിയത്, പിന്നെ ഒരു 3-4 അല്ലി വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കറിക്ക് നല്ല ഒരു തിക്നെസ് കിട്ടും. ഒന്ന് വഴറ്റി വന്നതിന് ശേഷം നമുക്കിതിപ്പോൾ ഇനി പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. കാശ്മീരി ചില്ലിപ്പൊടി ആയതുകൊണ്ട് അധികം എരിവുണ്ടാവില്ല. അടുത്തായിട്ട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്കിപ്പോൾ മുഴുവനായിട്ടുള്ള മല്ലി, മുളക് കയ്യിലുണ്ടെങ്കിൽ ആദ്യം വഴറ്റുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ വഴറ്റിയിട്ട് അതുപോലെ ചെയ്യാം. ഞാനിപ്പോൾ പൊടികളാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നവരെ ഒന്ന് ജസ്റ്റ് വഴറ്റിയെടുക്കാം. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇതെല്ലാം ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും. അപ്പോൾ കറിയുടെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഞാനിപ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പച്ചക്കായിട്ടുള്ള കടുകാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ വഴറ്റുമ്പോൾ കടുക് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വിനാഗിരിയുടെ അളവൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ മാറ്റം വരുത്താം. എനിക്കിപ്പോൾ അധികം പുളി ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഒരുപാട് വിനാഗിരി ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി ഇതിലേക്ക് നമുക്ക് ഈ കറിക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. നല്ല പേസ്റ്റ് പോലെ നമുക്കിത് അരച്ചെടുത്തിട്ട് കൊണ്ടുവരാം. ഈ രീതിയിൽ നല്ല തിക്കായിട്ടുള്ള പേസ്റ്റാക്കി നന്നായിട്ട് അരച്ചെടുക്കണം. ഇനി ഇതിൽ നിന്ന് നമുക്ക് 1 ടേബിൾ സ്പൂൺ എടുത്തിട്ട് നമ്മുടെ ബീഫിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊരു 3/4 കിലോ ബീഫുണ്ട്, നന്നായിട്ട് കഴുകി ക്ലീനാക്കി വെച്ചിരിക്കുന്നതാണ്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സാക്കി വെക്കാം. നമുക്ക് നന്നായിട്ട് പുരട്ടി വെച്ച ശേഷം ഇതൊരു അരമണിക്കൂറെങ്കിലും മസാല പിടിക്കാനായിട്ട് മാറ്റി വയ്ക്കണം. മിനിമം ഒരു അരമണിക്കൂറെങ്കിലും വെക്കണം, അല്ലെങ്കിൽ 2 മണിക്കൂർ വയ്ക്കാം, അല്ലെങ്കിൽ രാത്രി പുരട്ടിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ രാവിലെ എടുത്തിട്ട് നമുക്ക് കറി വെക്കാം. അപ്പോഴും ഇതിനേക്കാളും നല്ല ടേസ്റ്റി ആയിരിക്കുള്ളൂ. പിന്നെ വിന്താലു റെഡിയാക്കാനായിട്ട് ബീഫ് വാങ്ങുമ്പോൾ എപ്പോഴും നല്ല നെയ്യുള്ള ബീഫ് നോക്കി വാങ്ങണം. കുറച്ച് നെയ്യ് എക്സ്ട്രാ ഇട്ടിട്ട് വേണം വാങ്ങാനായിട്ട്. നമ്മൾ ലാസ്റ്റ് ബീഫ് വിന്താലു റെഡിയായി കഴിയുമ്പോൾ നെയ്യ് ഇങ്ങനെ തെളിഞ്ഞ് കിടക്കുന്ന ഒരു പരുവത്തിലായിരിക്കണം ബീഫ് വിന്താലു ഉണ്ടാവേണ്ടത്. അപ്പോൾ കുറച്ച് നെയ്യുള്ള ബീഫ് തന്നെ വാങ്ങണം. കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് നമുക്കിത് മാരിനേറ്റ് ആവാനായിട്ട് മാറ്റി വെക്കാം. അടുത്തതായിട്ട് ഇതിൻ്റെ മസാല ഒന്ന് റെഡിയാക്കി എടുക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഓയിൽ ഒഴിച്ചു കൊടുത്താലും മതി. ഞാനിപ്പോൾ ഒരു കേരള സ്റ്റൈലായതുകൊണ്ട് വെളിച്ചെണ്ണ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു 3 ഇടത്തരം സവാള നന്നായിട്ട് ചെറുതാക്കി നുറുക്കി വെച്ചിരിക്കുന്നതാണ്, അത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് സവാള ഒന്ന് ബ്രൗൺ കളറാവുന്നവരെ നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇതൊരു ലൈറ്റ് ബ്രൗൺ കളറിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എന്നിവ ചെറുതാക്കിയിട്ട് നുറുക്കി വെച്ചതാണ്, അതുകൂടി ചേർത്ത് കൊടുക്കാം.
ഒരു 3 പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി, ഒരു 5-8 അല്ലി വെളുത്തുള്ളിയും കൂടി ചെറുതാക്കി നുറുക്കി വെച്ചതാണ്. എന്നിട്ട് നല്ല ബ്രൗൺ കളറാവുന്നവരെ നമുക്കിത് വഴറ്റിയെടുക്കണം. ഇത് നല്ല ബ്രൗൺ കളറായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന മസാല ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് വഴറ്റി പച്ചമണമൊക്കെ നന്നായിട്ട് മാറുന്നവരെ, നെയ്യൊക്കെ തിരിഞ്ഞു വരുന്നവരെ നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഈ അരപ്പൊക്കെ ചേർത്തൊക്കെ നന്നായിട്ട് വഴണ്ട് നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 2 ചെറിയ തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ചെറുതാക്കിയിട്ട് അരിഞ്ഞത് ചേർക്കണമല്ല, അപ്പോൾ പെട്ടെന്ന് തന്നെ വഴണ്ട് കിട്ടും. പിന്നെ തക്കാളി കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം. പുളിയൊക്കെ കൂടുതൽ ഇഷ്ടമുള്ളവരാണെങ്കിൽ തക്കാളിയും അതുപോലെ തന്നെ വിനാഗിരിയൊക്കെ കൂടുതൽ ചേർക്കാം. ഈ ബീഫ് വിന്താലു എന്ന് പറയുന്നത് പുളിയും എരിവും മധുരവും ഒക്കെ ഉള്ളൊരു സ്പെഷ്യലായിട്ടുള്ളൊരു കറിയാണ്. ഇപ്പം നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്ന സാധനങ്ങളെല്ലാം നന്നായിട്ട് വഴണ്ട് നന്നായിട്ട് മുരിഞ്ഞ് എണ്ണ തിരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ബീഫ് ചേർത്ത് കൊടുക്കാം. മസാല പിടിക്കാനായിട്ട് മാറ്റി വെച്ച ബീഫ് നമുക്ക് ഫുള്ളായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊരു 5 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. അതിനുശേഷം നമുക്കിത് കുക്കറിലേക്ക് ഇട്ടിട്ട് വേവിച്ചെടുക്കാം. ചിക്കനൊക്കെ ആണെങ്കിൽ നമുക്ക് പാനിൽ തന്നെ ഇട്ടിട്ട് വേവിക്കാം. ബീഫാകുമ്പോൾ അത്യാവശ്യം വേവുള്ളതുകൊണ്ട് കുക്കറിലിട്ട് വേവിക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് കുക്കറിലേക്ക് മാറ്റിയിട്ട് വേവിച്ചെടുക്കാം. ഒരു 6 വിസിലൊക്കെ വരുന്നവരെ നന്നായിട്ട് വേവിച്ചെടുക്കണം. ഫസ്റ്റ് വിസിൽ വന്നതിന് ശേഷം നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 6 വിസിലും കൂടി വന്നു കഴിഞ്ഞാൽ നന്നായിട്ട് വെന്ത് കിട്ടും. ഇപ്പോൾ ഞാൻ കുക്കറിലിട്ടിട്ട് അതുപോലെ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ബീഫ് വിന്താലു റെഡി ആയിട്ടുണ്ട്. നല്ല നെയ്യൊക്കെ തിരിഞ്ഞിട്ട് കാണാൻ നല്ല ഭംഗിയിൽ വന്നിട്ടുണ്ട്. ഇതിൽ അത്യാവശ്യം ചാറുണ്ട്. അപ്പോൾ നമ്മൾ ബീഫ് വേവിക്കാൻ നേരത്ത് ഞാൻ വേറെ വെള്ളമൊന്നും ഒഴിച്ചിട്ടുണ്ടായില്ല. അപ്പോൾ ബീഫിൽ നിന്നുള്ള വെള്ളം തന്നെ ഇറങ്ങിയിട്ട് ചാറായിട്ട് വന്നിരിക്കുന്നതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം, ഒന്ന് ടേസ്റ്റ് ഒന്ന് ബാലൻസ് ആയിട്ട് കിട്ടാനായിട്ട്. അപ്പോൾ ഒരു പുളിയും എരിവും മധുരവും ഒക്കെ ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കുള്ളൂ. അപ്പോൾ നമ്മുടെ നല്ല സൂപ്പറായിട്ടുള്ള ബീഫ് വിന്താലു റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ബീഫ് വിന്താലു ഈ രീതിയിലൊന്നും ഉണ്ടാക്കി നോക്കണം. പിന്നെ എൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഫ്രണ്ട്സിനായിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.